സമീപകാലത്ത് ഇന്ത്യൻ ഓഹരി വിപണി ചാഞ്ചാട്ടത്തിൻ്റെ പാതയിലൂടെയാണ് നീങ്ങുന്നത്. പ്രധാനപ്പെട്ട അടിസ്ഥാന ഓഹരി സൂചികളിൽ ഇതിനകം 10%-ലധികം തിരുത്തൽ നേരിട്ട് കഴിഞ്ഞു. സ്മോൾ ക്യാപ് വിഭാഗം ഓഹരി സൂചികൾ റെക്കോർഡ് ഉയരത്തിൽ നിന്നും 17%-ലധികം വീണിട്ടുണ്ട്. മിഡ് ക്യാപ് വിഭാഗം ഓഹരികളിലും ശക്തമായ തിരുത്തൽ നേരിട്ടു. ഈ ഒരു പശ്ചാത്തലത്തിൽ പോർട്ട്ഫോളിയോയിലെ മോശം ഓഹരികളെ എങ്ങനെ തിരിച്ചറിയാമെന്നും ഈ വർഷം ഇന്ത്യൻ വിപണിയെ തുറച്ചുവെക്കുന്ന 3 റിസ്ക് ഘടകങ്ങളുടെ വിശദാംശങ്ങൾ നോക്കാം. വിവിധ വായ്പകളുടെ പലിശ നിരക്കിനെ നേരിട്ട് സ്വാധീനിക്കുന്ന റിപ്പോ നിരക്കുകൾ 2023 ഫെബ്രുവരി മുതൽ മാറ്റം വരുത്താതെ 6% നിലവാരത്തിൽ തന്നെ റിസർവ് ബാങ്കിൻ്റെ പണനയ സമിതി MPC നിലനിർത്തുകയാണ്. കഴിഞ്ഞുപോയ 11 MPC യോഗങ്ങളിലും അടിസ്ഥാന പലിശ നിരക്കുകളിൽ മാറ്റം വരുത്താൻ തയ്യാറായിട്ടില്ല. രാജ്യത്തെ പണപ്പെരുപ്പ് ഉദ്ദേശിച്ച രീതിയിൽ താഴ്ന്നു വരാത്തതും പ്രതികൂല ആഗോള ഘടകങ്ങളുമാണ് റിപ്പോ നിരക്ക് താഴ്ത്താത്തതിന് മുഖ്യ കാരണം. എന്നിരുന്നാലും താരതമ്യേന ഉയർന്ന നിലവാരത്തിൽ റിപ്പോ നിരക്ക് തുടരുന്ന കാലയളവ് നേരത്തെ വിപണി പ്രതീക്ഷിച്ചിരുന്നാലും ഏറെയായിട്ടുണ്ട്. അതേസമയം ഉയർന്ന നിലവാരത്തിൽ പലിശ നിരക്ക് തുടരുന്ന സാഹചര്യം മൂലധന വിപണിക്ക് നേരെയും വിവിധ തരത്തിലുള്ള റിസ്ക് ഘടകങ്ങൾ ഉയർത്തുന്നു. ഓഹരികളുടെ മൂല്യമതിപ്പ് അഥവാ വാല്യുവേഷൻ സംബന്ധിച്ച സമ്മർദ്ദം, സർക്കാർ കടപ്പത്രങ്ങളുടെ ഉയർന്ന ആദായ നിരക്ക്, മറ്റ് സ്ഥിര നിക്ഷേപങ്ങളിൽ ഉണ്ടാക്കുന്ന സ്വാധീനം, വായ്പയുടെ പലിശഭാരം ഉയരുന്നത് എന്നിങ്ങനെ വിവിധ പ്രതികൂല ഘടകങ്ങൾ അണിനിരത്തുന്നു. ചുരുക്കത്തിൽ ഫെബ്രുവരി ആദ്യവാരത്തിൽ ചേരുന്ന RBI പണനയ സമിതി യോഗത്തിൽ റിപ്പോ നിരക്ക് താഴ്ത്തുന്നില്ലെങ്കിൽ ഓഹരി വിപണിയുടെ പൊതു സാഹചര്യം വീണ്ടും ദുർബലമാകാമെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പ്രസിഡന്റ് പദവിയിലേക്ക് ഡൊണാൾഡ് ട്രംപ് മടങ്ങിയെത്തിയതോടെ അമേരിക്കയും വിവിധ ലോകരാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര യുദ്ധം നടക്കുമോ എന്ന ആശങ്ക ഇതുവരെയും ഒഴിവായിട്ടില്ല. ഇതിനകം കാനഡയ്ക്കും മെക്സിക്കോയ്ക്കും അമേരിക്കയിലേക്ക് ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുന്നതിൻ്റെ തീരുവ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അതേസമയം സോഫ്റ്റ്വെയർ, ജ്വല്ലറി, ടെക്സ്റ്റൈൽ, കമ്മോഡിറ്റീസ്, ധനകാര്യം എന്നിങ്ങനെ ഇന്ത്യൻ വ്യവസായ ലോകത്തിനും US വിപണി ഏറെ പ്രാധാന്യമേറിയതാണ്. അതുകൊണ്ട് തന്നെ USൻ്റെ ഇറക്കുമതി തീരുവ സംബന്ധിച്ച പുതിയ പ്രഖ്യാപനങ്ങൾ ആശങ്കയേക്കുന്നു. പക്ഷേ ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ കനത്ത നികുതിയൊന്നും ചുമത്തില്ലെന്നാണ് പൊതുവെ പ്രതീക്ഷിക്കപ്പെടുന്നത്. എന്നിരുന്നാലും ഇന്ത്യയുമായി വ്യാപാര ബന്ധമുള്ള മറ്റ് രാജ്യങ്ങളുമായി USൻ്റെ ഭാഗത്തു നിന്നുള്ള താരിഫ് യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ പരോക്ഷമായി ഇന്ത്യയെയും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട്. അങ്ങനെയെങ്കിൽ അത് ആഭ്യന്തര ഓഹരി വിപണിയുടെ പ്രകടനത്തിനും വെല്ലുവിളി ഉയർത്താമെന്നും അനലിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. നിലവിലെ സാഹചര്യത്തിൽ ഇന്ത്യൻ ഓഹരി വിപണിക്ക് നേരെയുള്ള ഏറ്റവും വലിയ റിസ്ക് ഘടകം ഓഹരികളുടെ അധികരിച്ച മൂല്യമതിപ്പ് അഥവാ എക്സ്പെൻസീവ് വാല്യുവേഷനാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ വൻ മുന്നേറ്റം കാഴ്ചവെച്ച ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ച് സമീപകാല തിരുത്തലുള്ള ഏറ്റവും വലിയ പ്രേരക ഘടകമായി മാറിയതും ഓഹരിയുടെ വാല്യുവേഷനാണെന്നാണ് വിപണി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത്. നിലവിൽ പ്രധാന ഓഹരി സൂചികളുടെ സർവ്വകാല റെക്കോർഡ് ഉയർന്ന നിലവാരത്തിൽ നിന്നും 13% തിരുത്തൽ നേരിട്ട് കഴിഞ്ഞു. സെപ്റ്റംബർ സാമ്പത്തിക ഭാഗത്തിലെ പോലെ ഡിസംബർ ഭാഗത്തിലെ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രവർത്തന ഫലം വിപണിയുടെ പ്രതീക്ഷകളെ മറികടക്കുന്ന വിധം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുമില്ല. അതുകൊണ്ട് പ്രവർത്തന ഫലവും വാല്യുവേഷനും തമ്മിൽ ഒത്തുചേരാത്ത ഓഹരികളുടെ തുടരാനുള്ള സാധ്യതയുണ്ടെന്നാണ് വിപണി വിദഗ്ധർ സൂചിപ്പിക്കുന്നത്. ഇന്ത്യൻ വിപണിയിൽ തിരുത്തൽ തുടരാനുള്ള സാഹചര്യം നിലനിൽക്കുന്നതിനാൽ നിക്ഷേപകരുടെ പോർട്ട്ഫോളിയോ ഇടം പിടിച്ചിട്ടുള്ള ഓഹരികളുടെ പ്രകടനം വിലയിരുത്തുക, മോശം ഓഹരികളെ ഒഴിവാക്കുക. ഇതിനെ അടിസ്ഥാന ഘടകങ്ങൾ ദുർബലമാണോ എന്നും സമീപകാലത്ത് കമ്പനിയുടെ സാമ്പത്തിക അടിത്തറയിൽ എന്തെങ്കിലും വിധത്തിലുള്ള പ്രതികൂല മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ടോ എന്നും പരിശോധിക്കുക. കൂടാതെ കമ്പനിയുടെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലോ വരുമാന വളർച്ചയിലോ ഗണ്യമായ പുരോഗതിയൊന്നും ഇല്ലാതെ വിപണി വില കുതിച്ചുയരുന്ന ഓഹരികളെയും തിരിച്ചറിയുക. മാത്രവുമല്ല, ഓഹരികളെ തിരഞ്ഞെടുക്കുന്നതിനെ ആദ്യം പരിഗണിച്ച നിക്ഷേപ തന്ത്രങ്ങളിൽ എന്തെങ്കിലും പിഴവ് പറ്റിയിട്ടുണ്ടോ എന്നും അത് പരിഷ്കരിക്കണമെന്നും സ്വയം വിലയിരുത്തുക. അതേപോലെ തന്നെ കൈവശമുള്ള ഓഹരികളുടെ പാദഫലങ്ങൾ യഥാസമയം പരിശോധിക്കുകയും കമ്പനിയുടെ സമീപ ഭാവിയിലേക്കുള്ള ബിസിനസ് പ്രവർത്തനങ്ങളെക്കുറിച്ച് പങ്കുവച്ച മാർഗ്ഗനിർദ്ദേശങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക. ഇത്രയും ഘടകങ്ങളൊക്കെ പരിശോധിക്കുമ്പോൾ തന്നെ ഓഹരി വിൽക്കണമോ വേണ്ടയോ എന്ന് നിക്ഷേപകർക്ക് തന്നെ സ്വയം തിരിച്ചറിയാൻ സാധിക്കുന്നതാണ്. മേൽ സൂചിപ്പിച്ച വിവരം പഠനാവശ്യത്വം പങ്കുവച്ചാണ്. ഇത് നിക്ഷേപ സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല. ഓഹരി വിപണിയിലെ നിക്ഷേപം ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപ സംബന്ധമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിദഗ്ധരുടെ മാർഗ്ഗനിർദ്ദേശം നേടുകയോ സ്വന്തം വിശദമായ പഠനം നടത്തുകയോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങൾക്കും ET മലയാളം ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.